ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കമ്പത്തിനടുത്തുള്ള അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്താണ്. നമുക്ക് കാഴ്ചയിലേക്ക് പോയാലോ? ഇപ്പോൾ ഞാൻ നടന്നു വന്ന പാലത്തിന് കൈവരിയില്ല കേട്ടോ. എല്ലാവരും വളരെ സൂക്ഷിച്ച് വേണം നടക്കുവാൻ. ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സ്പോട്ടിൽ എത്തണമെങ്കിൽ നമ്മൾ കുമളിയിൽ നിന്ന് വരുമ്പോൾ പെരിയാർ പവർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പം ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണും. ആ വഴിയാണ്. അവിടെ പ്രത്യേകിച്ച് ബോർഡോ അങ്ങനൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന ഈ വെള്ളം പെരിയാർ പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവർ വൈഗാ റിവറിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത് ഈ പോകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ദിശ കാണാൻ വളരെ മനോഹരമാണ്. രണ്ട് സ്ഥലത്തും പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടി ഈ വെള്ളത്തിൻ്റെ ആ ഒരു പോക്കും കാണുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോരുകയാണ്. പോരുന്ന വഴിയിൽ തെങ്ങിൻ തോട്ടം ഞങ്ങൾക്ക് കാണുവാനിടയായി. അത് മനോഹരമായ ഒരു തെങ്ങിൻ തോട്ടമാണ് കാണുവാൻ സാധിക്കുന്നത്. റോഡിൻ്റെ മറുവശത്തായി വാഴത്തോട്ടവും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. വാഴത്തോട്ടങ്ങളെല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ. മെയിൻ റോഡ് ലക്ഷ്യമാക്കി തിരിച്ചു പോരുകയാണ്. ഇതാണ് നമ്മൾ തിരിയുന്ന ആ റോഡ്. കുമളിയിൽ നിന്നുള്ള റോഡാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. റോഡിലോട്ട് കയറിയതും മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത്. ഒരു കൂട്ടം ആടുകളുമായി അതിൻ്റെ ഉടമ പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിന്നും മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം കന്നാലികളെ അവിടെ നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിച്ചു. മിക്കവാറും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള കന്നുകാലികളാവാം ഇത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടുത്തെ ആളുകളെല്ലാം താമസിക്കുന്നതെല്ലാം അടുത്തടുത്തടുത്തടുത്ത് താമസിക്കുകയും അവരുടെ കൃഷി സ്ഥലങ്ങളെല്ലാം സെപ്പറേറ്റ് സ്ഥലങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ നിന്നും ആകാശത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളും വീഡിയോകളുമായി എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.